നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ മുരിങ്ങക്കായ് തേങ്ങാപ്പാൽ ഒഴിച്ച നാടൻ കറി വെക്കുന്നേ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരു 5 ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചത് ഇട്ടെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. ഇനിയിപ്പോൾ 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഒരു വലിയ തക്കാളിയാണ്. ഇനി അടുത്തത് തക്കാളി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളിടാം. ഇതിപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇച്ചിരി പെരുംജീരകത്തിൻ്റെ പൊടി, കുറച്ച് ഉപ്പുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിതിൽ മല്ലിപ്പൊടി ഇടൂല കേട്ടോ. നന്നായി എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുക. പച്ചമണെല്ലാം മാറിയപ്പോൾ കഴുകി വെച്ച് 1/2 കിലോ ചെമ്മീനും 2 മുരിങ്ങ വാളും കൂടി ഇട്ട് കൊടുത്ത്. ഇനി കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കുക. ആദ്യം കുറച്ച് ഉപ്പിട്ടിട്ടുള്ളൂ. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് നന്നായി ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ചെമ്മീൻ വേവാൻ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇനി ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കട്ടെ. ഇനി ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് പുളിയേ ഒഴിക്കുള്ളൂ. ഇതിൽ പുളി കൂടുതലുണ്ടാകാൻ പറ്റില്ല ഈ കറിയിൽ, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇങ്ങനൊരു കുറച്ച് സമയം ഇതൊന്ന് അടച്ച് വേവിച്ചെടുക്കുക. മുരിങ്ങയും ചെമ്മീനെല്ലാം നന്നായിട്ട് വെന്ത് ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. നല്ല കട്ടി തേങ്ങാപ്പാൽ തന്നെ ഒഴിക്കണം, അധികം വെള്ളമാക്കാണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒരു തിള വന്ന പാടന്നെ ഇറക്കി വെക്കുക. എന്നിട്ട് ഇതുപോലെ ചെറിയ ഉള്ളിയും ചുവന്ന മുളകും കറിവേപ്പിലയും കാച്ചി വയ്ക്കുക. അടിപൊളി ടേസ്റ്റ് ചെമ്മീൻ മുരിങ്ങക്കായ് തേങ്ങാപ്പാൽ കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കെല്ലാം അറിയിക്കണേ, കമൻറ്റിലൂടെ അറിയിക്കണം. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈസി മട്ടൻ കറി ഉണ്ടാക്കുക. നല്ല ടേസ്റ്റി കറിയാണ്. ഇതുപോലെ ഒരു 3-4 മുളകും 10 അണ്ടിപ്പരിപ്പ്, 2 പട്ട, 4 ഗ്രാമ്പൂ, ഒരു 3 ഏലക്കായെല്ലാം എടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ടൊരു ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു വലിയ തക്കാളി അതിലേക്ക് വെച്ചിട്ട് അരിഞ്ഞെടുത്ത് അതിലേക്ക് വെച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുക, പേസ്റ്റാക്കി എടുക്കുക. പിന്നെ കുക്കർ അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ചിട്ട് 2 വലിയ സ്പൂൺ ഓയിൽ ഒഴിക്കുക. എന്നിട്ട് ഇതുപോലെ സ്പൈസസ് എല്ലാം ഇട്ട് മൂപ്പിച്ചതിന് ശേഷം എടുത്ത് വെച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് മട്ടൻ ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ഒരു 3 മിനിറ്റ് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് വീണ്ടും അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിൽ കുറച്ച് കാശ്മീരി ചില്ലിപ്പൊടി, സാദാ മുളക് പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇളക്കി യോജിപ്പിക്കണം. 1 സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിന് അതെല്ലാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അരച്ച് വെച്ച പേസ്റ്റ് ഇല്ലേ അതിട്ടിട്ട് വീണ്ടും നന്നായിട്ട് അതിൻ്റെ
പച്ചച്ചുവ മാറുന്ന വരെ ഇളക്കണം. പിന്നെ ഇത് ഒരു ഉള്ളി, ഒരു മീഡിയം സൈസ് ഉള്ളി നന്നായിട്ട് പൊരിച്ചെടുത്തതാണ്. അത് ലാസ്റ്റ് ഇതുപോലെ ഇട്ട് ഇളക്കിയിട്ട് ഉപ്പെല്ലാം നോക്കി 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കും. ഒരു 3-4 വിസിലിന് വെന്ത് കിട്ടും. നന്നായിട്ട് വേവിച്ചതിന് ശേഷം കറി റെഡിയായി. നല്ല ടേസ്റ്റി ഈസി ആയിട്ടുള്ള അടിപൊളി മട്ടൻ കറിയാണ്. എനിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. കമൻറ്റിലൂടെ അഭിപ്രായം അറിയിക്കണേ. ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബെല്ലാം ഒന്ന് ചെയ്യണേ.